നഴ്സിംഗ് ഡയറക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റലിയിലേക്ക് നിരവധി നഴ്സിംഗ് വാക്കൻസികൾ ഉണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ പല ആൾക്കാരും ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇറ്റാലിയന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ഇറ്റാലിയന്റെ പ്രോസസ്സിംഗിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ആദ്യം ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിച്ച് A1 A2 മിനിമം ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ A1 A2 ഒരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസി വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഘട്ടമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഇതോടൊപ്പം തന്നെ ഇറ്റാലിയൻ പ്രോസസ്സിങ്ങുകൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് BSc പഠിച്ചവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റോ ജനറൽ നഴ്സിംഗ് പഠിച്ചവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ട്രാൻസ്ക്രിപ്റ്റ് അങ്ങനെ തുടങ്ങിയുള്ള ഏതാനും ചില ഡോക്യുമെന്റുകൾ ഇറ്റാലിയൻ ട്രാൻസ്ലേഷൻ നടത്തി നമ്മൾ ഇറ്റാലിയൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ ഇറ്റാലിയൻ എംബസിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അപ്രൂവൽ കിട്ടി DOV അഥവാ ഡിക്ലറേഷൻ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇഷ്യൂ ചെയ്ത് കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മാത്രമാണ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് പ്രോസസ്സിങ് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിന്റെ സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇറ്റാലിയൻ ലാംഗ്വേജിലുള്ള പ്രൊഫഷ്യൻസി, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ DOB കഴിഞ്ഞതിന് ശേഷം നമ്മൾ എംപ്ലോയറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രോസസ്സാണ് നടക്കാനുള്ളത്. അപ്പോൾ എംപ്ലോയറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലഭിക്കുന്നത് ഇപ്പോൾ സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്കായിരിക്കും നമ്മൾക്ക് ഈ പറയുന്നത് പോലെ ബാക്കി വിസ പ്രോസസ്സിങ്ങുകൾ കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ആ കോൺട്രാക്റ്റിൽ എത്രത്തോളം സാലറിയാണ്, എന്തൊക്കെ അഡീഷണൽ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിസ പ്രോസസ്സിങ്ങിലേക്ക് ഘട്ടത്തിലേക്ക് നടക്കുക. വിസ പ്രോസസ്സിംഗ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്തൊരു ഘട്ടം എന്ന നിലയിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഇറ്റലിയിലേക്ക് പോകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇറ്റലിയിൽ നിരവധി വേക്കൻസികളാണ് നിലവിൽ സ്റ്റാഫ് നഴ്സ് കാറ്റഗറിയിൽ ജനറൽ നഴ്സസിനും BSc നഴ്സസിനും ഉണ്ടാവുക. എല്ലാം കൂടെ ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 1 ഇയറിന്റെ പ്രോസസ്സിംഗ് ടൈമാണ് സാധാരണഗതിയിൽ എടുക്കുക. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ 1-2 മാസമൊക്കെ അധികമായിട്ട് വന്നെന്നും വരാം. നിലവിലത്തെ സാഹചര്യത്തിൽ അബ്രോഡിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിലവിലുള്ള ഒരു രാജ്യമാണ് ഇറ്റലി. അപ്പോൾ ഇറ്റലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം UK കിട്ടുന്ന സാലറിയുടെ അടുത്ത് തന്നെ സാലറി ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് പാർട്ട്. കാരണം ഇതും ഒരു യൂറോപ്യൻ കൺട്രിയിൽപ്പെട്ട ഒരു കൺട്രിയാണ്. അപ്പോൾ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു അവസരം. കാരണം മുന്നോട്ട് വരും തോറും ഇതിന്റെ വേക്കൻസികളുടെ എണ്ണമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരവധി കുട്ടികളാണ് ജർമ്മനൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും ജർമ്മനിയിൽ പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം നിങ്ങൾ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ കാണാം.